ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും ചപ്പാത്തിയും കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ 4 മണി പലഹാരം. ഒരു 4 മണി പലഹാരം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചപ്പാത്തിയുടെ മാവ് കുഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചപ്പാത്തി മതി. ഈ ഒരു ഓക്കെ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? അതിന് വേണ്ടി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 മുട്ട നമ്മൾ തട്ടി ഉടച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, സവാള, മല്ലിയില ചെറുതായി അരിഞ്ഞത്, കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ബാറ്ററാണിത്. മിക്സ് ചെയ്ത് വെച്ചേക്കാം. അതിന് മേളിൽ ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മട്ടത്തിൽ കട്ട് ചെയ്ത സവാള, പിന്നെ ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതിന്റെ മേളിൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത്രയും സാധനം മതി. ഇത്രയും സാധനം മതി. ഒരു ചെറിയ 4 മണി പലഹാരം, ചെറിയ രീതിയിലുള്ള 4 മണി പലഹാരം. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഞങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നാ അപ്പം അതിനായി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ റെഡിയായി ഇല്ലേ ശാലു? ചപ്പാത്തി റെഡിയായി. നമുക്ക് ഇനിയിപ്പം അടുത്ത ഇതിലേക്ക് കടക്കാം ഇല്ലയോ? അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ ചപ്പാത്തി കൊണ്ട് മുമ്പൊരു ഇത് ഉണ്ടാക്കിയതല്ലേ? ചപ്പാത്തി കൊണ്ട് നമ്മള് ചപ്പാത്തി കൊണ്ടല്ല, ബ്രെഡും പഴവും കൊണ്ട് നമ്മൾ ഇതേപോലെ വേറൊരു സ്നാക്ക് ഉണ്ടാക്കി. അത് അടിപൊളിയായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിന്ന് ചപ്പാത്തിയും മുട്ടയും ഉപയോഗിച്ചാണ് നമ്മൾ ഓംലെറ്റും കൊണ്ടുവന്നത്. നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് അതിനായി ചപ്പാത്തി ചുട്ടെടുക്കാം ഇല്ലേ? ഇരുവശവും നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തി തിരിച്ചിട്ടും കൂടെ വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. നെയ്യ് തടവി കൊടുക്കുമ്പോൾ ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. നെയ്യ് തടവി കൊടുക്കാം, നല്ലൊരു മയം കൂടെ കിട്ടും ഇല്ലയോ? അപ്പം നമ്മൾ അതിൻ്റെ ചപ്പാത്തിയുടെ മേൽവശത്ത് നെയ്യ് തടവി കൊടുക്കുകയാണ്. നെയ്യ് തടവി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ചപ്പാത്തി നല്ല രുചിയാണ്. നമ്മൾ ഇതേപോലെ ഇരുവശവും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തൂടെ? ഒന്നും കൂടെ തിരിച്ചു ഇട്ട് കൊടുക്കാം. ഒന്ന് മൂക്കട്ടെ അല്ലേ? ഇരുവശവും നല്ലപോലെ വെന്ത് വരട്ടെ. ഒരു സൈഡ് വെന്ത് ഒരു സൈഡും കൂടെ വേണ്ടത്. ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഇനി നമുക്ക് അപ്പം നമ്മുടെ ചപ്പാത്തി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റി. ഓക്കെ. പിന്നെ നമുക്ക് ഓംപ്ലേറ്റിന്റെ പരിപാടിയാണ്. ഓംപ്ലേറ്റ് ശരിയാക്കാം. ചപ്പാത്തി നല്ല മയമൊക്കെ ആയെന്ന് തോന്നുന്നല്ലയോ? ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്യാം. അതിനായി പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞ പോലെ ഓംപ്ലേറ്റിന് നല്ലൊരു ഫ്ലേവറും രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ഒഴിച്ച് അടിപൊളിയാക്കാം നമുക്കില്ലേ? ഇനി നമുക്ക് ഓംപ്ലേറ്റ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്താലോ? ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ ബാറ്റിൽ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓംപ്ലേറ്റ് ഒന്ന് നേരത്തെ സെറ്റാക്കി കൊടുക്കാം. ചപ്പാത്തിയുടെ ആകൃതിയിൽ വരത്തില്ല, നമുക്ക് അത് സെറ്റാക്കി എടുക്കണ്ടേ? ഇനി അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച സവാള കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. അപ്പം എല്ലാം നമ്മൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഓംലേറ്റ് ഒരുപാട് വേവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചപ്പാത്തി വെച്ച് കൊടുക്കണം. അന്നേരം ചപ്പാത്തി ഓംലേറ്റും കൂടെ ഒന്ന് സെറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് ഈ ചപ്പാത്തി ഓംലേറ്റും ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിടാം. ഇനിയിപ്പോൾ നമ്മുടെ ഓംലേറ്റിൻ്റെ ഒരു വശത്തേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് വിതറാം. കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മടക്കിയെടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒന്നും കൂടെ എടുക്കാം. അപ്പം നമ്മുടെ ഓംലേറ്റ് മടക്കി എടുത്തിട്ടുണ്ട്. ഒരു വശം റെഡിയായി. ഇനി മറുവശവും കൂടെ തിരിച്ചിടണം. ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്നും കൂടെ തിരിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി അടുത്ത വശം കൂടി തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചപ്പാത്തിയും മുട്ടയും കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളൊക്കെ നല്ല ഭംഗിയില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.